ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ അവക്കാഡോയാണ്. ഈ അവക്കാഡോയുടെ നമ്മൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വാങ്ങിച്ചൊരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ അവക്കാഡോ ഉണ്ടായി. എന്നോട് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പലവരും ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ഈ അവക്കാഡോ ഉണ്ടായതെന്ന്. ഞാൻ ഇതിൽ ആകെ വളമായിട്ട് ഇട്ട് കൊടുത്തിരുന്നത്, നമ്മൾക്ക് ഈ കടയിൽ നിന്ന് സിട്രസ് ഫ്രൂട്ടിനിടാൻ പറ്റുന്ന എന്തെങ്കിലും വളങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ചതൊക്കെ ഇടയ്ക്ക് ചോട്ടി കൊണ്ടിടും. പിന്നെ ഈ കഞ്ഞിവെള്ളമൊക്കെ കളയണ വെള്ളം ഇടയ്ക്ക് കൊണ്ടുപോയി അതിൻ്റെ ചോട്ടി കൊണ്ട് ഒഴിക്കും. ഇത്രയൊക്കെയാണ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വലിയ ഒരു പരിചരണമൊന്നും കൊടുത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യം എനിക്കൊന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ചോട്ടിൽ പോയി പറഞ്ഞു, ഇനി നീ കായ്ച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പറിച്ച് പള്ളയെ കളയുമെന്ന് പറഞ്ഞു. അത് ഞാൻ ചുമ്മാ മരത്തിനോട് പോയി പറഞ്ഞിട്ടങ്ങ് പോന്നു. ഞാൻ നോക്കുമ്പോൾ പിറ്റത്തെ വർഷം ഒരു അവക്കാഡോ ഉണ്ടായി, ഒരെണ്ണം. അപ്പോൾ ഞാൻ മരത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല, എന്തായാലും പറഞ്ഞതനുസരിച്ച് ഒരു കായ ഉണ്ടായി. അടുത്ത പ്രാവശ്യം ഇതിൽ നിറച്ച് കായില്ലെങ്കിൽ ഇതെല്ലാം വെട്ടിപ്പറിച്ച് ഞാൻ പള്ളയെ കളയും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. പിന്നത്തെ പ്രാവശ്യം അതിൽ നിറച്ച് കായ ഉണ്ടായി. ആ കായ ഉണ്ടായ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോകൾ. പിന്നീടുണ്ടായ കായകളാണ് കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷം ഇതിനകത്ത് നിറച്ച് കായ ഉണ്ടായെങ്കിലും ഈ മെൽബണിൽ ഭയങ്കര കാറ്റാണ്. അപ്പം ആ കാറ്റത്ത് കുറേ അങ്ങ് ചാടിപ്പോയി. എന്നിരുന്നാലും ഞാനങ്ങനെ വെട്ടിപ്പറിച്ച് കളയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ അതിൻ്റെ 1-2 കമ്പ് ഞാൻ ഒടിച്ച് കളഞ്ഞായിരുന്നു ഒരു ദേഷ്യമൊക്കെ വന്നപ്പോൾ. പക്ഷേ എന്നിരുന്നാലും നല്ല അനുസരണമുള്ളൊരു ചെടിയെ പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഗൗരവഭാവത്തിലാണ് പറഞ്ഞതൊക്കെ. ആ ഗൗരവം വിടാതെ ഞാനങ്ങ് തിരിച്ചു പോരുകയും ചെയ്തു. എന്തായാലും ചെടി അത് വിശ്വസിച്ചു എന്നെനിക്ക് തോന്നുന്നു.